8:30 വേദിയിലെ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായി ഏറെക്കുറെ വേദിയുടെ പുനഃക്രമീകരണം പൂർത്തിയായിരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നടന്ന കർമ്മനിരതമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ഈ ഘട്ടത്തിൽ തുടരുന്നതാണ്. ഈ വേദിയിൽ ഉപവിഷ്ടരാവുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. വളണ്ടിയർമാർ അക്കാര്യം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നാം ഇന്നിവിടെ ആദരിക്കുന്ന 15 പ്രതിഭകളെ വേദിയിൽ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ എത്തിക്കണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. സാംസ്കാരിക വകുപ്പിന്റെ പരസ്പരം വേദിയുടെ മുദ്രാഗാനമായി വിളങ്ങുന്ന ഈ വരികൾ അന്വർത്ഥമാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഈ വേദിയിൽ സംഗമിക്കുന്നത് എന്നുള്ളത് വിനയപൂർവ്വം. സാംസ്കാരിക കേരളത്തിൽ ഒരുപക്ഷെ അതിനെ പുനർനിർവചിക്കേണ്ടെന്ന ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പലമയിലെ തനിമയാണ് സാംസ്കാരിക കേരളം അന്നും ഇന്നും ആഘോഷിക്കുന്നത്. 7 വർണ്ണങ്ങൾ കൂട്ടിവെച്ച മഴവില്ലു പോലെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ തനിമ നിലനിർത്തിക്കൊണ്ട് ഈ പലമയെ ആഘോഷിക്കുകയാണ് ഇന്ന്. എന്റെ ഒച്ച വേറിട്ട് കേട്ടുവോ എന്നുള്ള കവിവാചകത്തിൽ ആകൃഷ്ടരാകാത്ത ഏത് കലാകാരരാണ് നമുക്കുള്ളത് എന്നെനിക്കറിയില്ല. കലാകാരർ എന്ന് മാത്രമല്ല, മനുഷ്യരാസകലം അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കലാ സാഹിത്യ മേഖലയിൽ പ്രമുഖർ പങ്കെടുക്കുന്ന കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഈ ദിവസം ധന്യമാക്കുവാനായി നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ള ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളട്ടെ. കർമ്മനിരത എന്നുള്ളതിന് പുതിയ പരിവേഷം നൽകിക്കൊണ്ട് കേരളത്തിനെ ധീരമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും എന്നും വഴിവിളക്കായി വിളങ്ങുന്ന നമ്മുടെ ആദരണീയനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മധ്യത്തിലേക്ക് സാംസ്കാരിക കേരളത്തിനായി വിനയപൂർവ്വം ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കേരളത്തിന്റെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ജനപ്രതിനിധികളെ, ശ്രീ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഈ ഗവൺമെന്റിന്റെ 4ാം വാർഷികം മാത്രമല്ല, 1ഉം 2ഉം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 9ാമത് വർഷമാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം
ഒന്നൊന്നായി പൂർത്തീകരിച്ചുകൊണ്ട് 9 വർഷം തികയ്ക്കുന്ന ഈ ഗവൺമെന്റിന് സാംസ്കാരിക കേരളം നൽകുന്ന ആദരവാണ് ഈ വലിയ ചടങ്ങെന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടാണ് 2016 ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ആ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും നമ്മൾ പിന്നോക്കം പോയ ഒരു സാഹചര്യത്തിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയുടെ പിന്നോക്കാവസ്ഥയിൽ നിന്നും കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ പരിപോഷിപ്പിച്ചു നവോത്ഥാന ആശയങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തി എല്ലാ വിഭാഗം കലാകാരന്മാരെയും ചേർത്ത് പിടിച്ച് കേരളത്തിന്റെ തനത് കലാരൂപങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു സാംസ്കാരിക നയവും പ്രവർത്തന പരിപാടിയുമാണ് ഈ 9 വർഷവും നമ്മൾ നടപ്പാക്കിയത്. കലാപ്രവർത്തനത്തെയും സാംസ്കാരിക സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഒട്ടേറെ പദ്ധതികൾ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോയി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 4 വർഷം ഒരുപക്ഷെ രാജ്യത്ത് തന്നെ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിയ 4 വർഷം. കഴിഞ്ഞ 5 വർഷത്തിന്റെ തുടർച്ചയെന്ന അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ക്ലാസിക്കൽ കല, അഭിനയകല, ചിത്രകല, ശില്പകല, ഫോക്ലോർ കലാരൂപങ്ങൾ, ഇത്തരം കലാരൂപങ്ങളെല്ലാം താഴെ തലം വരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി 1000 വജ്ര ജൂബിലി ഫെലോഷിപ്പ്, 1000 കലാകാരന്മാരെ ഒരു പഞ്ചായത്തിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ ഇന്ത്യയിൽ നിയമിച്ച ഏക സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. പ്രതിസന്ധിക്കിടയിൽ അവരെ ചേർത്ത് പിടിച്ച് ഇന്ന് 17,500 രൂപ കൊടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ 4 വർഷത്തിനിടയിൽ അവർക്ക് കൊടുത്ത സാമ്പത്തിക സഹായം മാത്രമല്ല, നമ്മുടെ പരമ്പരാഗതമായ കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കാൻ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം മികവുറ്റതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കോവിഡിന്റെ ഏറ്റവും പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിലായി. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു, എല്ലാവരെയും ചേർത്ത് പിടിക്കണം. കോവിഡുമായി ബന്ധപ്പെട്ട് നിരന്തരം അദ്ദേഹം വാർത്താമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും കാര്യങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു, ഓൺലൈൻ മീറ്റിങ്ങുകളുടെ കാര്യങ്ങൾ പറയുമായിരുന്നു. അത് പറഞ്ഞ ഒരു കാര്യം, എത്ര പ്രയാസമുണ്ടെങ്കിലും കലാകാരന്മാരെ കൈവിടരുത്. ഒരു കലാകാരനും കേരളത്തിൽ കോവിഡ് സമയത്ത് പട്ടിണി കിടക്കാൻ പാടില്ല. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, അദ്ദേഹത്തിന്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ അന്ന് പ്രാവർത്തികമാക്കി, ഈ 4 വർഷവും പ്രാവർത്തികമാക്കിയ ഒരു ഗവൺമെന്റാണ് പിണറായി വിജയൻ. ആദ്യ വർഷം ഞങ്ങള് ഏതാണ്ട് 3500 കലാകാരന്മാർക്കാണ് ഈ കോവിഡ് സമയത്ത് 3000 രൂപ വീതം ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പരിപാടി അവതരിപ്പിച്ച്. അത് കഴിഞ്ഞപ്പോ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത അന്തരീക്ഷമുണ്ട്, കാരണം കോവിഡ് കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ തീരുമാനമെടുത്തു, വേണ്ട, തുടരണം. അതിന്റെ ഭാഗമായി വലിയ സ്വീകാര്യതയാണ് ഈ പദ്ധതിക്ക് ലഭിച്ചത്. 2ാം വർഷത്തിൽ തളർമിഴി എന്ന പേരിൽ ഗോത്രകലാ സംഘടനയിൽ മറ്റ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് 48ഓളം വൈവിധ്യമാർന്ന ഗോത്രകലകൾ അവതരിപ്പിച്ച് 1000 പ്രതിഭകൾക്ക് 3000 രൂപ വെച്ച് കൊടുത്തുകൊണ്ട് കലാകാരന്മാരെ ചേർത്ത് പിടിച്ചൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. 3ാമത്തെ വർഷം ഇത് അവസാനിപ്പിക്കേണ്ടതായി തീരുമാനിച്ചു. ഭിന്നശേഷി കലാപ്രതിഭകൾ നമ്മുടെ സംസ്ഥാനത്ത് ധാരാളമുണ്ട്. ആ ഭിന്നശേഷി കലാകാരന്മാരെ ചേർത്ത് പിടിച്ച മഴമിഴി കമ്പാഷൻ എന്ന പദ്ധതി ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഒരു ഗവൺമെന്റാണ്. ഈ കഴിഞ്ഞ വർഷം
കടൽമിഴി, കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ നൂറുകണക്കിന് കലാരൂപങ്ങളും ഈ സമൂഹത്തിന്റെ മുഖ്യതല അവതരിപ്പിച്ചുകൊണ്ട് കടൽമിഴി തീരദേശ സന്ധ്യയാത്ര എന്നൊരു പരിപാടി പാറന്തോറ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് 9 തീരദേശ ജില്ലകളിലെയും തീരദേശ കലാകാരന്മാരെ സഹായിച്ചു. ഈ വർഷം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന കലാകാരന്മാരെ സഹായിക്കുന്ന പദ്ധതിയുമായി 5 വർഷം 10,000-ഓളം കലാകാരന്മാരെ സാമ്പത്തികമായി സഹായിച്ച ഒരു ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് അഭിമാനത്തോടെ പറയുന്നത്. രംഗത്തും നവോത്ഥാന രംഗത്തുമുള്ള എല്ലാവരെയും സഹായിക്കാൻ, എല്ലാ ആശയങ്ങളും പ്രചരിപ്പിക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കലാ രംഗത്ത് റൂറൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുന്ന റൂറൽ ആർട്ട്, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വകർമ്മ മേഖലയിലെ ആയിരക്കണക്കിന് കലാകാരന്മാരെ സഹായിക്കാനുള്ള വാസ്തുവിദ്യ ഗുരുകുലത്തെ ഉപയോഗപ്പെടുത്തിയുള്ള ഏറ്റവും വലിയ നൂതനമായ പദ്ധതി. ഈ പദ്ധതി പ്രകാരം 2000 കലാകാരന്മാർക്ക് ഈ 4 വർഷത്തിൽ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമായി ഞാനിവിടെ കാണുകയാണ്. അതുപോലെ തന്നെ കലാകാരന്മാർക്ക് നൽകുന്ന പെൻഷൻ, അതുപോലെ തന്നെ ക്ഷേമനിധി, അവരുടെ പുതിയ ഇൻഷുറൻസ് പദ്ധതികൾ, ഇതെല്ലാം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളായി ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ കലാകാരന്മാർക്കുള്ള ചികിത്സാ സഹായം, നിരവധി കലാകാരന്മാര് അവരുടെ ചികിത്സ പ്രയാസഘട്ടത്തിൽ ഈ ഗവൺമെന്റ് അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ നാട്ടകങ്ങൾ, ഒരു കാര്യം ഞാൻ പറയാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന സംവിധായകരെയും വനിതാ സംവിധായകരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വർഷം 3 കോടി രൂപ വീതം കൊടുത്ത ഒരു ഗവൺമെന്റാണ്. ഇതിനോടകം 5 ചിത്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പട്ടികജാതി വിഭാഗത്തിലും 3 ചിത്രങ്ങൾ വനിതാ വിഭാഗത്തിലുമായി നിർമ്മിച്ച് നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വലിയ നേട്ടം, ഇന്ത്യയിൽ ഒരു സ്ഥലത്തുമില്ലാത്ത നേട്ടം നമ്മുടെ സംസ്ഥാനം നമുക്കുണ്ടാകും. വിശ്വാസങ്ങളും അനാചാരങ്ങളും വളർന്നു വരുന്ന കാലത്ത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. പരസ്പരം എന്ന് പറയുന്ന പദ്ധതി കഴിഞ്ഞ വർഷം മുഖാമുഖമായി, ഈ വർഷം ഞങ്ങളത് പരസ്പരം വിദ്വേഷവും പകയില്ലാതെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃകാ സ്ഥാനമായി കേരളത്തെ മാറ്റാൻ, ഇന്ത്യക്ക് തന്നെ അഭിമാനമായി കേരളത്തെ ഉയർത്തിപ്പിടിക്കാൻ, അതാണ് നവകേരള സൃഷ്ടി. വികസനം മാത്രമല്ല, വികസനത്തിനൊപ്പം മനുഷ്യരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാംസ്കാരിക കേരളത്തിന്റെ പിന്തുണ കേരള സർക്കാരിന് ഉണ്ടാകണമെന്ന് മാത്രം വിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വപരമായ പങ്ക് തന്ന് സഹായിച്ച പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സാംസ്കാരിക കേരളത്തിന് ആകെ അഭിമാനകരമായ ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ബഹുമാന്യായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, സഹോദരി സഹോദരൻ, ഈ പരിപാടിയിലെ ആമുഖ ഭാഷണം വളരെ ചുരുക്കി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 11 കാലിലെങ്കിലും എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സമയമില്ലാതെ ഒരു മണിയോടുകൂടി അവസാനിപ്പിക്കാനായിരിക്കുമല്ലോ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നു വരിക എന്നത് വളരെ പ്രധാനമാണ്. അതിന് സഹായകമാകുമാറ് വളരെ ചുരുങ്ങിയ തോതിലുള്ള ഒരു ആമുഖ ഭാഷണം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്
ഒരു സാഹചര്യത്തിൽ മതനിരപേക്ഷതയുടെ വിളതരമായി കേരളം തുടരുന്നു. നല്ല ശ്രമം കഴിഞ്ഞ കാലത്ത് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ഒരവസ്ഥ നേടിയെടുക്കാൻ നമുക്ക് കഴിയും. മാനവിക മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമൂഹം വാർത്തെടുക്കാൻ നവോത്ഥാന കാലം മുതൽ നടത്തിയ ശ്രമങ്ങൾ അതിന് ഫലപ്രദമായ തുടർച്ച കേരളത്തിലുണ്ടായപ്പോൾ കേരളീയ സമൂഹത്തിൽ വന്ന മാറ്റം അതാണ് മാതൃകാപരമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് ഇടയാക്കിയത്. അത്തരമൊരു സമൂഹ സൃഷ്ടിയിൽ നവോത്ഥാന നായകർ പങ്കുവച്ചിട്ടുണ്ട്, പിൽക്കാലത്ത് പങ്കുവച്ച പലരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവരാണ് നമ്മുടെ സാംസ്കാരിക രംഗം. കലാ സാഹിത്യ രംഗത്തുള്ള എല്ലാവരും വളരെ ക്രിയാത്മകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നാടിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും സമൂഹത്തിൻ്റെ മാറ്റത്തിന് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കാകെ ഉത്തേജനം പകരുന്ന നിലപാടുകളാണ് പൊതുവെ കലാസാഹിത്യ രംഗത്ത് ഉണ്ടായിരുന്നത്. ഇത് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ അതേ രീതിയിൽ തുടർന്നുമ്പോൾ നമ്മുടെ കേരളത്തെ പറ്റി സാധാരണ നേരത്തെ പറയാറുള്ളത് കേരളീയ സമൂഹത്തിലെ വലതുപക്ഷക്കാരന് പോലും ഇടതുപക്ഷ സ്വാധീനമുണ്ട്. അത്രമാത്രം ഒരു ഇടതുപക്ഷ സമൂഹത്തിന്റെ പ്രത്യേകത വാർത്തെടുക്കാൻ കഴിഞ്ഞ ഒരു നാടാണ് കേരളം. പക്ഷെ അവിടുന്ന് വല്ലാത്ത തോതിൽ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് ശ്രമങ്ങളാണ് നടന്നത്. ആ ശ്രമത്തെ അതേ രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു. നമുക്ക് അത് ഞാൻ പറയുന്നത് നിങ്ങളടക്കമുള്ള നമുക്ക് തന്നെയാണ്. നമ്മുടെ കലാസാഹിത്യ രംഗത്തുള്ള ആളുകൾക്കടക്കം നമ്മുടെ സമൂഹത്തിന് അതിൻ്റെതായ പ്രാധാന്യത്തോടെ ഈ കാര്യം തിരിച്ചറിയാൻ കഴിയുന്നു. തിരിച്ചറിഞ്ഞവർ തന്നെ ആ രീതിയിൽ ഇടപെടാൻ തയ്യാറാണ്. ഇപ്പോ കേരളീയ സമൂഹത്തില് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ എല്ലാവരും അവരവരുടേതായ പങ്കുവഹിച്ചു എന്ന് ഞാൻ കരുതുന്നു. അത്തരമൊരു അവസ്ഥയിൽ നീങ്ങേണ്ട ഒരു ഘട്ടം സംജാതമാവുകയല്ലേ. നമ്മുടെ നാടിനെ പുറകോട്ട് കൊണ്ടുപോകാൻ വല്ലാത്ത ശ്രമങ്ങൾ നടക്കുക. നേരത്തെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുമ്പോൾ അന്ധവിശ്വാസം, അനാചാരം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബഹുമാനായ ഞാൻ പറഞ്ഞു. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ഒക്കെ എതിരെ വലിയ തോതിൽ കേരളീയ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് പഴയ സന്യാസി ശ്രേഷ്ഠന്മാർ വഹിച്ച പങ്കില്ലേ. അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്ക് പ്രത്യേകം കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം വൻതോതിൽ നടത്തുന്നത് വേണ്ട രീതിയിൽ
തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നിഷ്കളങ്കരാണ്. നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ്. ആ ജനവിഭാഗത്തിന്റെ അടുത്തേക്ക് പല പേരിൽ എത്തിപ്പെടാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ചിലപ്പോ നമുക്കൊരു സ്ഥലം കണ്ടാൽ എന്താണ്, അല്ലെങ്കിൽ നമുക്കൊരു ചില ഉദ്ഘാടന കേന്ദ്രങ്ങൾ കണ്ടാൽ എന്താണ്, നല്ല ഉദ്ദേശത്തോടെയാണ് അവരെ സമീപിക്കുന്നത്. ആ നല്ല ഉദ്ദേശത്തോടെ തന്നെ അവരെ പലയിടത്തായി കൊണ്ടുപോവുകയും ആ യാത്രക്കിടയിൽ നൽകുന്ന ആശയമുണ്ട്. അതിന്റെ ആ ബന്ധപ്പെടലുകളിലൂടെ നടത്തുന്ന പഠനങ്ങളുണ്ട്. അതടക്കം നമ്മുടെ കേരളത്തിൽ നടത്തിയ മറ്റു കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നവരും ഒക്കെയാണ്. മറ്റുള്ള ഇടപെടലുകൾക്ക് പുറമെ ഈ തരത്തിലുള്ള ഇടപെടലുകളടക്കം കേരളീയ സമൂഹത്തിൽ നടക്കുകയും അങ്ങനെ വലിയ തോതിലുള്ള ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നമ്മുടെ സമൂഹത്തിന്റെ പൊതു സ്വഭാവത്തെ മാറ്റിമറിക്കാനാകുമോ എന്ന ശ്രമം, അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതിന് കലാസാഹിത്യ രംഗം മാത്രമായിട്ട് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടിന് അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ, അതിനെതിരെയുള്ള പൊതുവായ അഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരും, അതിനാവശ്യമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ കലാരംഗത്തിന് ഒരുപാട് സംഭാവനകൾ നേരത്തെ ചെയ്യാൻ പറ്റുന്ന വലിയ തോതിലുള്ള ഇടപെടൽ സമൂഹത്തിൽ നല്ല നിരക്ക് നടത്താൻ കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കലാസൃഷ്ടികൾ കേരളത്തിന്റെ മാറ്റങ്ങൾക്ക് നിദാനമായി നിന്നവയാണ്. അത് ശരിയായ രീതിയിൽ തന്നെ വീണ്ടും നമുക്ക് പുനരാവിഷ്കരിക്കേണ്ടതില്ലേ ഇത്തരമൊരു ഘട്ടത്തിൽ? അതിന് എന്തൊക്കെ ചെയ്യണം? സാധാരണ ചട്ടക്കൂടിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവുക? പഴയ സമൂഹത്തിന്റെ സ്ഥിതി തിരിച്ചെടുത്ത് അവിടുന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനാവും? ഇതാണ് ഗൗരവമായി നാം ചിന്തിക്കേണ്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. നാടിനെ പുരോഗമനോന്മുഖമായി മാറ്റിയെടുക്കാൻ എക്കാലത്തും നിലകൊണ്ടവരാണ് കലാസാഹിത്യ രംഗം, സാംസ്കാരിക രംഗം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രത്യേക ചുമതല ഉള്ളവരാണ് കലാസാഹിത്യ രംഗത്തുള്ളവര്, സാംസ്കാരിക രംഗത്തുള്ളവര് എന്നത് തിരിച്ചറിയാനാവണം. ഇന്ന് ഒട്ടേറെ ശ്രമങ്ങൾ നാം നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന പൊതുവായ അന്തരീക്ഷത്തെ തളർത്താൻ ശ്രമിക്കുന്ന ശക്തികൾ വലിയ തോതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പഴയ നില പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ചുള്ള മുക്തമായ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് ശക്തികൾ എല്ലാ കാലത്തും സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ഒന്ന് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തിയാണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശക്തിയാണ്. മറ്റൊന്ന് നിലവിലുള്ള സമൂഹത്തെ പുറകിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തിയാണ്. ഈ പുറകിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തി പലതരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്നത് നാം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളേണ്ടതായിരിക്കും. ഒന്ന്, അവരെ ശരിക്ക് തുറന്നു കാണിക്കാനാണ്. ഈ സമൂഹത്തിൽ നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നവരെ
നാടിനും സമൂഹത്തിനും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ അവരെ അവതരിപ്പിക്കാൻ കഴിയേണ്ടതായിരുന്നു. അപ്പോൾ അവരെ നാടിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അക്കാര്യത്തിൽ നല്ല പങ്ക് നിങ്ങൾക്ക് വഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സാധാരണഗതിയിൽ കണക്കാക്കാറുള്ളത്. ഇവിടെ എല്ലാ തരത്തിലും കൂടുതൽ നല്ല നിലയിലേക്ക് നമ്മുടെ നാട് വളരുകയാണ് വേണ്ടത്. കൂടുതൽ വെളിച്ചത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. നാം നവകേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാടിന്റെ മറ്റ് വികസനങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചതുകൊണ്ട് മാത്രം നവകേരളം യാഥാർത്ഥ്യമായി മാറില്ല. നവകേരളം യാഥാർത്ഥ്യമായി മാറണമെങ്കിൽ ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നേരത്തെ നവോത്ഥാന കാലത്ത് ഉയർത്തിയിരുന്ന മുദ്രാവാക്യം. അതിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കാൻ നല്ല ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിലെ ഇരുട്ടിന്റെ ശക്തികൾക്ക് സ്വാധീനം ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ ഇരുട്ടിന്റെ ശക്തികളെ തുറന്നു കാണിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല തരത്തിലുള്ള സാഹോദര്യം അത് ഇന്ന് കേവലം ഒരു ശൈലിയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ആപൽഘട്ടത്തില് സഹായിക്കാൻ വന്ന ഒരു സഹോദരനെന്ന് വിളിച്ചതിന് ഒരു സഹോദരിയുടെ നേരെ ഭയങ്കരമായ ആക്ഷേപം ചെയ്യുന്ന മാനസികാവസ്ഥയുള്ള നാടാണ് നമ്മുടേത്. ഇതെല്ലാം നമ്മുടെ നാടിന്റെ ഇരുട്ടിന്റെ ശക്തികൾ ഏതെല്ലാം വഴിക്ക് നീങ്ങുന്നുവെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരം ശക്തികളെ ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനും നമ്മുടെ നന്മ കൂടുതൽ വളർത്തിയെടുക്കാനുമുള്ള ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിയില്ല. പറയാൻ മെനക്കെട്ടാൽ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ തന്നെ നിൽക്കുകയാണ്. വളരെ ചുരുങ്ങിയ സംസാരം മാത്രമേ ആകുന്നുള്ളൂ എനിക്കറിയാം. എങ്കിലും എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഇതിനാണ് നിങ്ങൾ ഊന്നൽ നൽകേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നമ്മുടെ നാടിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ആവശ്യം, ആ കാര്യത്തിൽ നിങ്ങൾ ഊന്നി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ട് അത് ഭാവി കേരളത്തിന് വലിയ മുതൽക്കൂട്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിളിച്ചിലുകളെ നേരിട്ട് അരങ്ങിൽ നിന്ന് അരങ്ങിലേക്ക് നമ്മുടെ തലമുറയെ നയിച്ച ധീരയായ കലാകാരി ശ്രീമതി നിലമ്പൂർ ആയിഷ. ഒരു പാട്ടുപാടിയതിന്റെ പേരിൽ കരണത്തടി നേരിട്ട് കവിളത്ത് ഊറിക്കൂടിയ ചോര തുപ്പേണ്ടി വന്ന 12-ാം വയസ്സ് മുതൽ പാട്ടിന്റെ തീപ്പൊരികളുമായി അരങ്ങിലൂടെ സഞ്ചരിച്ച പ്രിയപ്പെട്ട PK മേദിനി ചേച്ചി.
ജെമിനി സർക്കസ് അടക്കം തലശ്ശേരി സർക്കസിന്റെ പ്രതാപഘട്ടം മുതൽ അതിനോടൊപ്പം സഞ്ചരിച്ച 74-കാരൻ സർക്കസ് ചന്ദ്രൻ. ചലച്ചിത്രകലയിൽ നവതരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തുടരും ചിത്രത്തിന്റെ സംവിധായകൻ തരുൺ മൂർത്തി. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രതിനിധി, ട്രാൻസ്ജെൻഡർ വിഭാഗം 2021 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മിസ് ട്രാൻസ് ഗ്ലോബൽ 2021 കിരീടം നേടിയ ശ്രുതി സിതാര. ഓട്ടിസം ബാധിച്ച കുട്ടികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അംബ എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ കൊണ്ട് നാടകങ്ങൾ പരിശീലിപ്പിച്ച് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഡോക്ടർ ഭാനുമതി. കൺമണിയാണ് ഭിന്നശേഷി രംഗത്തു നിന്നും അതിജീവനത്തിന്റെ അപരാജിതമായ കരുത്തറിയിച്ച പ്രതിഭ കൺമണി.